സ്കൂൾ ഒളിമ്പിക്സിൽ കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം 697 പോയിന്റുമായി തിരുവനന്തപുരം മുന്നേറുകയാണ്. 388 പോയിന്റുമായി കണ്ണൂരാണ് രണ്ടാം സ്ഥാനത്ത്. 343 പോയിന്റുമായി തൃശൂർ മൂന്നാം സ്ഥാനത്തും 332 പോയിന്റുമായി കോഴിക്കോട് മൂന്നാം സ്ഥാനത്തുമാണ്. അത്ലറ്റിക്സിൽ 30 പോയിന്റുമായി പാലക്കാടാണ് മുന്നിൽ. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സ്കൂൾ ഒളിമ്പിക്സിൽ കുതിപ്പ് തുടർന്നിരിക്കുകയാണ് തിരുവനന്തപുരം. 697 പോയിന്റുമായി തിരുവനന്തപുരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 388 പോയിന്റുമായി കണ്ണൂരാണ് രണ്ടാം സ്ഥാനത്ത്. 343 പോയിന്റുമായി തൃശൂർ മൂന്നാം സ്ഥാനത്തും 332 പോയിന്റുമായി കോഴിക്കോട് നാലാം സ്ഥാനത്തുമാണ്. അത്ലറ്റിക്സിൽ 30 പോയിന്റുമായി പാലക്കാടാണ് മുന്നിലെത്തിയിരിക്കുന്നത്. മത്സരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശപരമായ മത്സരമാണ് നടക്കുന്നത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ഇപ്പോഴും തിരുവനന്തപുരം തന്നെയാണോ മുന്നിൽ? തിരുവനന്തപുരം തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. പോയിന്റ് നിലയിലും മാറ്റം വന്നിട്ടുണ്ട്. 723 പോയിന്റുകളുമായിട്ടാണ് തിരുവനന്തപുരം ജില്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതേസമയം രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂരിന് 394 പോയിന്റ് മാത്രമാണുള്ളത്. മൂന്നാം സ്ഥാനത്ത് നേരത്തെ വരെ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോടിനെ മറികടന്ന് മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ തൃശൂർ എത്തിയിരിക്കുകയാണ്. 354 പോയിന്റ് ആണ് തൃശൂർ ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ബഹുദൂരം മുന്നിൽ തിരുവനന്തപുരം ജില്ല ഈ സമയത്തെ പോയിന്റ് നില വെച്ച് നോക്കുമ്പോൾ എത്തിയിരിക്കുന്നു എന്നത് കൂടി പറയേണ്ടതായിട്ടുണ്ട്. അത്ലറ്റിക് മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. അത്ലറ്റിക് മത്സരങ്ങളിൽ നിലവിൽ പാലക്കാട് ജില്ലയ്ക്കാണ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളുടെ ഒക്കെ തന്നെ ഫലം വരാനുണ്ട്. അതിന്റെ പോയിന്റ് നില അറിയേണ്ടതായിട്ടുണ്ട്. ഇതുവരെയും പാലക്കാട് ജില്ലയാണ് അത്ലറ്റിക്സിൽ മുന്നിൽ നിൽക്കുന്നത്. ഇനിയും മത്സരങ്ങൾ ഇന്നിപ്പോൾ േണ്ടതായിട്ടുണ്ട്. ആ മത്സരങ്ങളുടെ ഒക്കെ പോയിന്റും പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. ഇതുവരെയും മുന്നിൽ തിരുവനന്തപുരം ജില്ല തന്നെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ പോയിന്റ് നിലയിൽ വലിയ മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഈ രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂരിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മുന്നിലേക്ക് തിരുവനന്തപുരം ജില്ല പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാടാണ് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേഗതാരത്തെ എപ്പോഴാണ് അറിയാൻ കഴിയുക? ഉടൻ തന്നെ അറിയാൻ സാധിക്കും. മത്സരങ്ങളുടെ ഒക്കെ ഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ സ്റ്റേറ്റ് റെക്കോർഡുകൾ 2 സ്റ്റേറ്റ് റെക്കോർഡുകളാണ് വന്നിട്ടുള്ളത്. അത് അക്വാട്ടിക്സിലാണ് 2 സ്റ്റേറ്റ് റെക്കോർഡുകൾ ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിലാണ്. ഒന്ന് ഈ 50 ബട്ടർഫ്ലൈ സ്ട്രോക്ക് സബ് ജൂനിയർ ബോയ്സിൽ സായി തൃശ്ശൂരിൽ ഉള്ള അജീത് യാദവ് എന്ന കുട്ടിക്കാണ് സ്റ്റേറ്റ് റെക്കോർഡ് ഒന്ന് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഈ 50 ബട്ടർഫ്ലൈ സ്ട്രോക്ക് സബ് ജൂനിയർ ബോയ്സിൽ ജൊഹാൻ ജൂലിയൻ എന്ന വിദ്യാർത്ഥിക്കാണ് റെക്കോർഡ്. അത്തരത്തിൽ 2 സ്റ്റേറ്റ് റെക്കോർഡുകളാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റ് അത്ലറ്റിക്സിന്റെ മത്സരങ്ങളിൽ കഴിഞ്ഞ രാവിലെ മുതൽ നടന്ന് ഇതുവരെ കഴിഞ്ഞ മത്സരങ്ങളുടെ ഒക്കെ ഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫലത്തിലാണ് പാലക്കാട് ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത്. അത്ലറ്റിക്സിൽ 4 മത്സരങ്ങൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 26 ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അക്വാട്ടിക്സിന്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് 5 മത്സരങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 27 മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗെയിംസിലാകട്ടെ 12 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 68 മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് സ്കൂൾ ഒളിമ്പിക്സിൽ കുതിപ്പ് തുടരുകയാണ് തിരുവനന്തപുരം. 697 പോയിന്റുമായി തിരുവനന്തപുരം മുന്നേറുകയാണ്. 394 പോയിന്റുമായി കണ്ണൂരാണ് രണ്ടാം സ്ഥാനത്ത്. വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്സിൽ 30 പോയിന്റുമായി പാലക്കാടാണ് മുന്നിൽ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്.